റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറയിൽ നിന്ന് ഹിഫ്ദ് പഠിപ്പിച്ചു തന്നു, എങ്ങനെയൊക്കെ സംരക്ഷണം ലഭിക്കുമെന്ന്. ദീനിൽ ഒരു ഫിത്നയുണ്ടായാൽ ആ ഫിത്ന അതിജീവിക്കാൻ ഒരു മനുഷ്യന് ആ നാട്ടിൽ സാധ്യമല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടിലേക്ക് ഹിജ്റ പോയിട്ടെങ്കിലും പലായനം ചെയ്തിട്ടെങ്കിലും ദീനുമായി അവർ രക്ഷപ്പെടണം എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഇവിടെ നിന്നാൽ കള്ളു കുടിക്കും, ഇവിടെ നിന്നാൽ വ്യഭിചരിക്കും, അങ്ങനെ ഒരാൾക്ക് തോന്നുന്നുണ്ടോ? ഇയാൾക്കത് ഒഴിവാക്കാൻ പറ്റൂലേ? എന്നാ വേഗം നാട്ടിൽ പിടിക്കാൻ നല്ലത്, അല്ലെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ നല്ലത്. സുരക്ഷിതത്വം എവിടെയാണോ അങ്ങോട്ട് പോകണമെന്നാണ്. ചില ജോലി സാധ്യതകൾ അങ്ങനെയാണ്. ആ ജോലിയിൽ എന്തായാലും പെണ്ണുങ്ങളും അല്ലാത്തവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്, എന്തായാലും എനിക്ക് ഫിത്നയാണ്. പൈസ ഇട്ടുണ്ട്, സംഗതി ശരിയാണ്, പക്ഷേ എൻ്റെ ദീൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്, എൻ്റെ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ജമാഅത്ത് ലഭിക്കണില്ല, എൻ്റെ ജുമുഅ പോലും നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അതില്ലാത്തൊരു ജോലിയിലേക്ക് മാറാൻ ഒരു മനുഷ്യൻ തീരുമാനമെടുക്കണം. ഖൽബ് കൊണ്ട് നമ്മൾ തീരുമാനമെടുത്താൽ അല്ലാഹു തആല വഴി എളുപ്പാക്കി തരുന്നതാണ്. അത് നമ്മൾ ഖൽബ് കൊണ്ട് പറയണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. പല ആളുകളുടെയും ജോലി അങ്ങനെയാണ്, പല കാര്യങ്ങളും അങ്ങനെയാണ്. അള്ളാഹുവിനോട് ഒരു ബദൽ സംവിധാനം റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു തആല തരും, അല്ലാഹു തആല തരും. ഒരു സുഹൃത്ത് ഇന്ന് ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അദ്ദേഹം ആ വിഷയം അങ്ങനെയാ പറഞ്ഞു. അദ്ദേഹം പലിശ സംബന്ധമായൊരു ജോലിയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് പറ്റുമോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാറാൻ വേണ്ടി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, നാളെയാണ് ഞാൻ പുതിയ ജോലിയിലേക്ക് മാറുന്നത്, എൻ്റെ പഴയ ജോലി ഞാൻ വിട്ടു, എനിക്ക് ഹൈറായ ജോലി വേറെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് വായിച്ച അൽഹംദുലില്ലാഹ്. ആ ചെറുപ്പക്കാരനുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഞാൻ ദുബൈയിൽ നിന്നാണ് എവിടുന്ന് വിട്ടതെന്ന് എനിക്കറിയില്ല, മെസ്സേജിൽ കാണുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ജോലിയിലൊക്കെ ബർക്കത്ത് തരട്ടെ. പൈസ കിട്ടലല്ല ബുദ്ധിമുട്ട്, പൈസ അല്ലാഹു തആല പല വഴിക്കും കൈ തന്നെന്ന് വരും. പക്ഷെ അത് ഹലാലായ വഴിയിലൂടെ ആണോ അല്ലയോ? ദീന് കൊണ്ടുള്ള ഒരു ദീനിന്റെ സംരക്ഷണം കൊണ്ട് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരും. നമുക്ക് ജോലിയിലാണെങ്കിൽ അങ്ങനെ, ചില കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെയാണ്, ചില ജോലി സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചില നാടുകൾ അങ്ങനെയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. നാട്ടിലൊക്കെ നല്ല മക്കളായി ജീവിച്ച് ഇവിടെ നിന്ന് കിടന്നു പോണ എത്ര ചെറുപ്പക്കാരുണ്ട്, കണ്ട ബാറിലും പബ്ബിലും ഹബ്ബിലും ഒക്കെ കയറിയിട്ട്. അല്ലെങ്കിൽ നേരെ മറിച്ചും നാട്ടിലെ കുരുത്തം കിട്ട് നടന്നിട്ട് ഇവിടെ വന്ന് നല്ല സ്വാലിഹ്യങ്ങളായി മാറി എത്രയോ നല്ല മക്കളുണ്ട്, ഇല്ലേ? അൽഹംദുലില്ലാഹ്. അവർക്ക് നല്ലത് ഇവിടെ തന്നെ നിൽക്കലാണ്. മറ്റേ കൂട്ടർക്ക് നല്ലത് നന്നാവാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണ്, ഇവിടുന്ന് വിടലാ നല്ലത്. ജോലികളും അങ്ങനെയാണ്. ഇത് പഠിപ്പിക്കാനാ വിശുദ്ധ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ഫിത്നത്തു ദീനിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായത്. കാരണം മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവലുണ്ട് എന്ന് പറഞ്ഞ സൂറയിൽ മസീഹുദ് ദജ്ജാൽ തരുന്ന 4 ഫിത്നകളാണ്: ഫിത്നത്തു ദീൻ, ഫിത്നത്തുൽ മാൽ, ഫിത്നത്തുൽ ഇൽം, ഫിത്നത്തുൽ സൽഫ. ഈ 4 ഫിത്നകൾ മസീഹുദ് ദജ്ജാലിന്റെ കൂടെയുണ്ട്. അത് 4ഉം ഈ സൂറയിൽ പരാമർശിക്കപ്പെട്ടു എന്നത് വലിയൊരു അത്ഭുതമാണ്. മസീഹുദ് ദജ്ജാൽ ആദ്യം വന്ന് എന്താ ചോദിക്കുക? സുഖാണോ, വാഹത്തന്നെയാണോ എന്നാ ചോദിക്കുക? അല്ല. അതുഅ്മിനു ബി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണെന്ന് നീ വിശ്വസിക്കുമോ ഇല്ലയോ? അത് ചിലപ്പോൾ ഒരു സദസ്സിനോടായിരിക്കും ചോദിക്കുക, ഒരു ഗ്യാതറിങ്ങിനോടായിരിക്കും ചോദിക്കുക, ഒരു വ്യക്തിയോടാവാം ചോദിക്കുക. അതില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെയുള്ള അവന്റെ സൈന്യമുണ്ട്, പിടിച്ചു വെക്കും, അവരെ ക്രൂശിക്കും, അവർക്ക് കൂടെ തീ കൊണ്ട് നടക്കുമെന്നാണ്, അതിലേക്ക് വലിച്ചെറിയും. ഈമാൻ ശക്തിയില്ലാത്ത ആളുകൾ മുഴുവനും പതറുമെന്നാണ്. കാരണം അവൻ അത്ഭുതം കാണിക്കുന്ന ആളാണ്. ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു മേഘം പടലും പോലും കാണുന്നില്ല ആകാശത്ത്. യാ സമാഉ അംതിരി, ആകാശമേ മഴ പെയ്യണേ എന്ന് പറഞ്ഞാൽ തുരുതുരാ മഴ പെയ്യും. അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഇതൊക്കെ കണ്ടിട്ട് ചോദിക്കാൻ, ഞാൻ പടച്ചവനാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഏത് യുക്തിവാദിയും എന്ന് പറഞ്ഞു പോയേക്കും. അള്ളാഹു ഈമാനുള്ളവരെ രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ കാലത്തിലേക്കൊക്കെ നമ്മൾ അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് സാഹചര്യവും ഇപ്പം നടക്കുന്ന ഇപ്പോഴത്തെ കറന്റ് അഫയേഴ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. വളരെ വൈകാതെ തന്നെ മുമ്പ് വരാൻ നേരായിട്ടുണ്ടെന്നാണ്. ഫിത്നത്തു ദീനാണത്. ദീനിലുള്ള ഫിത്ന, ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന പണിയാണത്. അവനെ ദൈവമാണെന്നോ പടച്ചവനാണെന്നോ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി. അവൻ ഉദ്ദേശിക്കുന്നതും അതാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ പറയും, أنت الدجال الكذاب الذي أنذرنا رسول الله صلى الله عليه وسلم. അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് താക്കീത് തന്ന പിശാചാണ് നീ.
മസീഹ് ദജ്ജാലാണ് നീ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് മുഅ്മിനീങ്ങൾ പറയും. അവരെ പിടിച്ചവൻ തീയിലേക്കെറിയും. ഫഹിയൽ ജന്ന, അത് സ്വർഗത്തിന്റെ സുഖമാണ് അവർക്ക് നൽകുക. തീയിന്റെ വേദന ഈ വിശ്വാസികൾക്ക് ഉണ്ടാവുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി ഇടപെടുന്നത് ഫിത്നത്തു ദീനിലാണ്, ദീനിൽ ഉള്ള ഫിത്നയാണ്. മുഅ്മിനീങ്ങൾ പറയും, മസീഹ് ദജ്ജാലിനെ നോക്കിയിട്ട് പറയും, ഞങ്ങളുടെ അല്ലാഹു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവനാണ്. അള്ളാഹുവിന് ഈ ലോകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നെ അള്ളാഹു ന്യൂനതകളില്ലാത്തവനാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ പോലും മനോഹരമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, to him belong all the handsome names. എല്ലാ മനോഹരമായ പേരുകളും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന്റെ ഇസ്മുകളാണ് റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. സർവമാന അധികാരത്തിന്റെയും സർവമാന ഐശ്വര്യത്തിന്റെയും എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ അള്ളാഹു. ആ റബ്ബിന്റെ നാമം മനോഹരം എന്ന് മാത്രമല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അള്ളാഹുവിന് ഇഷ്ടവുമാണ്. മസീഹു ദജ്ജാൽ, നീ ഒറ്റക്കണ്ണനാണ്, നിനക്കൊരു കണ്ണല്ലേ ഉള്ളൂ. അള്ളാഹു ന്യൂനതയുള്ളവനല്ല, സത്യവിശ്വാസികൾ പറയും. ചില കാർട്ടൂൺ ഫിഗറുകൾ ഒറ്റക്കണ്ണന്മാരായ ചില മഞ്ഞക്കുട്ടികൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്താണ് കുട്ടികളുടെ പേരെന്നാണ്? ഡിസ്ട്രക്റ്റബിൾ മീയൊക്കെയാണ് കൊണ്ടുവന്നത്, അതൊന്നും അറിയാത്ത പോലെ. ആ കുട്ടിക്ക് എന്തെങ്കിലും പേരുണ്ടോ? ഒറ്റക്കണ്ണിലുള്ള കുറച്ച് കുട്ടികളല്ലേ? ചില ടോയ്കളും കാണുന്നുണ്ട് അങ്ങനെ, ചില ഗെയിമുകൾ അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു കണ്ണ്, നടുവിലൊരു കണ്ണ് മാത്രം, മൂക്കില്ല, വായില്ല, ഒന്നുമില്ല. ഇതൊക്കെ ചെറിയ ബ്രെയിൻ വാഷിങ്ങിന്റെ ചില സൂചനകളാണ്. ഇങ്ങനെയുള്ള ആളൊക്കെ വരാൻ പോകും. നല്ല ഇപ്പൊ എങ്ങനെ ഒറ്റക്കണ്ണിന് മാത്രം കൊടുക്കാൻ? $1 പുറത്തുള്ള ആ ഒരു ട്രയാങ്കിളിന്റെ മുകളിൽ ഒറ്റക്കണ്ണ് കാണുന്ന പോലെ മസീഹു ദജ്ജാലിന്റെ ചിഹ്നമാണത്. സർവ്വ തിന്മയുടെയും ആളുകൾ ഉദ്ധരിക്കുന്നത് മസീഹു ദജ്ജാലിന്റെ ഒറ്റക്കണ്ണാണ്. അവൻ ഒറ്റക്കണ്ണനാണ്. ഈ കാർട്ടൂൺ ഫിഗറൊക്കെ നമ്മുടെ ചെറിയ മക്കൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയാലേ മസീഹു ദജ്ജാൽ, ആ കുഴപ്പമില്ല, നമ്മളെ ഗെയിം കാണുന്ന ആളാണല്ലോ പോയി ലൈവായിട്ട് വന്നത്, അത്രേ പറയുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. സത്യവിശ്വാസികൾ പറയും, അള്ളാഹു ഇങ്ങനെ ന്യൂനതകളുള്ളവനല്ല, അള്ളാഹു ന്യൂനതയുള്ളവനല്ല, നീ ഒറ്റക്കണ്ണനാണ്, വികൃതനാണ്. അള്ളാഹു ഇങ്ങനെയല്ലല്ലോ, ഞങ്ങളുടെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്. അതുമാത്രമല്ല, നിന്റെ നെറ്റിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടല്ലോ കഫറ, അവിശ്വാസിയാണ് എന്ന ആ ഒരു വാക്ക് നിന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ഈമാനുള്ളവരുടെ കണ്ണുകൊണ്ട് വായിച്ചെടുക്കാൻ കഴിയും. മുസ്ലിമാണോ? അറബ് എഴുതാനും വായിക്കാനും പഠിച്ചില്ലെങ്കിൽ പോലും ഈ 3 അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാസിബിൻ വഗൈരി കാസിബ്. എഴുത്തും വായനയും അറിയുന്നവരും അറിയാത്തവരുമായ സർവ്വ മുഅ്മിനീങ്ങൾക്കും, കണ്ണ് കാണുന്നവർക്കും കാണാത്തവർക്കൊക്കെ ഇവന്റെ കഫറ കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവങ്ങനെ പറയും, നീ അവിശ്വാസിയാണ്. പിന്നെ ഞങ്ങളുടെ റസൂല് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ മക്കയിലും മദീനയിലും ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സായിലും നിനക്ക് കടക്കാൻ കഴിയില്ലല്ലോ. ഈ അടയാളങ്ങൾ 4 നോക്കിയിട്ട് സത്യവിശ്വാസികൾ പറയും, അൻത കദ്ദാബ്, നീ നുണയനാണ്, നുണ പറയുന്ന ആളാണ്. ദജ്ജാൽ എന്ന വാക്കിന്റെ അർത്ഥവും അത് തന്നെയാണ്, വലിയ കളവ് പറയുന്ന ആളെന്നാണ്. വലിയ കളവ് പറയുന്ന ആളെന്നാണ് ആ വാക്കിന്റെ തന്നെ അർത്ഥം. അങ്ങനെ വിശ്വാസികൾ അവനെ തിരിച്ചറിയും. ദീനിൽ ഒരു ഫിത്നയുമായി വരുന്ന ആളാണത്. 7 ഗുഹാവാസികൾക്കുണ്ടായ ഫിത്ന എങ്ങനെയാണ്? സൂര്യനെ ആരാധിക്കണമെന്നാണ് അവിടുത്തെ രാജാവ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് ആ ദഖയാനൂസ് എന്ന് പറയുന്ന രാജാവിൽ നിന്ന് ഓടി ഒളിച്ചുപോയ 7 യുവാക്കളുടെ ചരിത്രമാണത്. അങ്ങനെ ഒരു ഫിത്ന വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കുക?